1.25 ലക്ഷം രൂപ കൊടുത്തിട്ട് വീണ്ടും വരെയാണ് അടുത്തൊരു വർഷത്തേക്ക് എടുക്കാൻ. ശരി. 6-7 മാസം മുമ്പ് വന്ന് ഒരു 150 കിലോ ഉള്ളതൊക്കെ ഒരെണ്ണത്തിന് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കണ്ട ഈ പെരുന്നാളിന്റെ ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് പള്ളികളിലേക്ക് ഇത് ആവശ്യം വരും. ശരി. ഇറക്കുന്നതിന് വേണ്ടി. അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്ക് ഇത്ര പൊക്കവും ഒരു 500 കിലോയും വരും, നല്ല ഐശ്വര്യമാണ്, കൊമ്പ്, അതിനെ നെറ്റിയുടെ വീതികള് അതെല്ലാം ഡീസന്റ് ആവും. ഇത്രയും വൃത്തിയുള്ള അവരെടുക്കുള്ളൂ. ഇവർ ചിലപ്പോ 1.25 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്ക് തന്നെ കൊടുക്കും. നമ്മളെ കൊണ്ടുപോകണ എത്ര ആയിരിക്കും? 10-30 രൂപ 40 രൂപ ആയിരിക്കും. മനസ്സിലായില്ലേ? അവരെ ഈ 6-7 മാസം നോക്കുമ്പോ ഇവൻ കറങ്ങി വരും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഈ പോത്തിന് വളർച്ചയൊക്കെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ എന്ത് കൊടുക്കണ്ടേ ചേട്ടൻ? പ്രത്യേകം നമ്മളിപ്പോ ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം ഞാൻ ഈ തവിടിന്റെ വെള്ളം കലക്കി കൊടുക്കുന്നു. പിന്നെ ഈ ബംഗാളികളൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ കച്ചിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും പോത്തിന് നമുക്കെല്ലാം കൂടെ ഈ പുണ്ണാക്കും മുടി ഇത്രയും പൈസ കൊടുക്കണ്ട, കാരണം നമ്മളിവിടെ കച്ചവടമല്ലേ. 1-2 കൊണ്ടുപോകർക്ക് അവർ വീട്ടിൽ നോക്കി വിശാലമായിട്ട് വല്ല വയലോ ഉണ്ടെങ്കിൽ വിട്ടാൽ ആൾക്കാർ വളർന്നു. പച്ചപ്പുല്ലും കൊടുത്ത് ഈ പശുവിനെ പോലെ അല്ലെങ്കിൽ ഒരുപാട് നോക്കണ്ട കിടന്നു ഇതങ്ങ് തിന്നോണ്ട് വളർന്നോളും. ശരി. വെള്ളമാണ് മേശം വേണ്ടത്. കിടക്കുകയും ചെയ്താൽ പെട്ടെന്ന് കയറി വരും. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ നമ്മളൊരു ഈ പറയുന്നത് ശരിക്കും പെരുന്നാളിലൊക്കെയാണ് നല്ല വില ഇതിന് കിട്ടുന്നത്. നല്ല ഇത് വളർത്തി പരിചയമുള്ള കർഷകന്റെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അല്ലേ. പിന്നെ ചിലപ്പോൾ തന്നെ ഈ ചിലപ്പോൾ പ്രായമായ അമ്മച്ചിമാരൊക്കെയാണ് വരണത്, വേറെ ആരും ഇല്ലാത്തതിന്റെ പേരിൽ ഒന്നിനെ കൊണ്ട് വളർത്താനായിട്ട്. അങ്ങനെ നമ്മൾ ആ മാന്യമായ വിലയ്ക്ക് അവർ കൊടുത്തു വിടും. ഇവിടെ വണ്ടികളുണ്ട്, അവർ മാന്യമായ വിലയ്ക്ക് അവരെ വീട്ടിൽ കൊണ്ട് വാടക വടിക്കോളൂ കൊണ്ട് ഇറക്കി കൊടുക്കുകയും ചെയ്യും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ചേട്ടന് പോത്ത് വളർത്തൽ ലാഭകരമാണ് തന്നെയാണ് പറയുന്നത്. പിന്നല്ലാതെ നമുക്കൊന്നും ലാഭം, അവർക്കാണ് ലാഭം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് മാന്യമായ എന്തെങ്കിലും അത്രേ ഉള്ളൂ. പക്ഷേ കൊണ്ടുപോകുന്നവർക്ക് അത് ഉപയോഗമുള്ളൂ. നമുക്ക് ഇവിടെ 6 മാസം 7 മാസം ഇട്ടേക്കാൻ പറ്റൂലല്ലോ, ആഴ്ചയിൽ ഓടുവന്നോണ്ടിരിക്കും. അപ്പൊ ഈ കർഷകരെ ഉദ്ദേശിച്ചാണ് ഇത് മെയിനായിട്ട് നടന്നത്. നല്ല വീട്ടിലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ ഒരു ഇതല്ലേ. അതെ തന്നെ. നല്ല എല്ലാ ആഴ്ചയിലും ഹരിയാന നമുക്കിവിടെ ഉണ്ട്. ഇവിടെ മാമത്തും പോകുന്നുണ്ട് നമ്മള്. മാമത്തും എന്ന് പറയുമ്പോൾ 100, 150, 200 ഒക്കെ അവിടെ നിന്ന് ഇറങ്ങും. അവിടെ ഇതുപോലെ ഒന്നല്ല വരണത്, 100 കണക്കിന് ആൾക്കാർ വരെയാണ് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും വിശ്വാസമാണ്. അവിടെ എല്ലാ ബ്രീഡിൽപ്പെട്ട പോത്തുട്ടിലും എല്ലാം കാണും. അവിടെ മുറ മാത്രമേ ഉള്ളൂ. ഇവിടെ മുറ മാത്രം. ഹരിയാന നല്ല മുറ പോത്തുകൾ മാത്രമാണ് നമ്മുടെ ഫാമിൽ കൊടുക്കുന്നത്. ഓക്കെ, ശരി. ഇത് സർക്കാരിന്റെ അനുവാദത്തോട് തന്നെ നമ്മൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതാണ്, സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉണ്ട്. ശരി.